കസേരയിലേക്ക് ഇപ്പോൾ ഇരിക്കാമെന്നും പറഞ്ഞ് സ്വപ്നം കണ്ടിരിക്കുന്ന കുറച്ചധികം പേരുണ്ട് കോൺഗ്രസിൽ. അപ്പോഴിതാ പാലോട് രവിയാണെങ്കിൽ അറിയാതെ ചില സത്യങ്ങളൊക്കെ അങ്ങ് തുറന്നു പറഞ്ഞു പോയി. അതങ്ങ് ഫ്ലാഷുമായി. ഇപ്പോഴിതാ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന അവസ്ഥയിലാണ് ത്രിവർണ പാർട്ടി. കേരളം ഇനി ഞങ്ങൾ ഭരിക്കുമെന്ന് പറയുന്ന ടീംസ് ഇനി എന്ത് ചെയ്യോ എന്തോ. അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നു? കാശ് കൊടുത്ത് ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ 40,000 50,000 വോട്ട് പിടിക്കും. കോൺഗ്രസ് പാർട്ടി 3ാം സ്ഥാനത്ത് ഉച്ചകുത്തി വീഴും. മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ അതോ ഗതിയായിരിക്കും. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. പാർട്ടിക്കകത്ത് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. കേട്ടില്ലേ? ഇത് മറ്റാരുടെയല്ല, തിരുവനന്തപുരം DCC പ്രസിഡന്റിന്റെ വാക്കുകളാണ്. അദ്ദേഹത്തിന് വരെ കാര്യം പിടികിട്ടിക്കഴിഞ്ഞു. അപ്പോഴും മറ്റു ചിലർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. അല്ല, പാലോട് രവിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കോൺഗ്രസിന്റെ ഇന്നത്തെ ദയനീയാവസ്ഥ നമ്മളും കാണുന്നതല്ലേ. തൊടുന്നതെല്ലാം അബദ്ധം. എന്തെങ്കിലും ഒന്ന് ചെയ്താലേ സർവത്ര വിവാദം, പിന്നെ അടിപിടി. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തുടങ്ങി എന്റെ അപ്പച്ചനെ വരെ പിടിച്ചടിക്കുന്ന അണികളും. കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണ്. വയനാട്ടിൽ ദുരന്തബാധിതർക്ക് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് വീടെന്തിയെ? അത് ചോദിച്ചിട്ട് മിണ്ടാട്ടോ ഇല്ല. പറഞ്ഞ വിശ്വസിക്കൂ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരിയുണ്ടാ നീയൊക്കെ. കോട്ടയം മെഡിക്കൽ കോളേജ് അപകട മരണം, കൊല്ലത്തെ മിഥുൻ എന്ന വിദ്യാർത്ഥിയുടെ മരണം, ഇതിനെയൊക്കെ രാഷ്ട്രീയമായി മുതലെടുക്കാനും ശ്രമിച്ചു. അവസാനം തേഞ്ഞൊട്ടി. ഏറ്റവും അവസാനം ഇന്നലെ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തെ പോലും അവരങ്ങ് മുതലെടുത്തു. ഒടുവിൽ ചാമി പിടിയിലായപ്പോൾ പിന്നെ മിണ്ടാട്ടമില്ല. അങ്ങനെ പ്രതിപക്ഷമായി തുടരുമ്പോൾ പോലും ജനങ്ങൾക്ക് മുമ്പിൽ അപഹാസ്യരായി മാറും വിധമാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ ചെയ്തികൾ. ഇനിയും UDFന്റെ വസന്തകാലമാണ്. ദുരന്തമുഖത്തും എന്തിന് അപകടങ്ങളിൽ പോലും രാഷ്ട്രീയം കലർത്തുന്ന മറ്റാരെങ്കിലും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ശശി തരൂരിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ പിന്നെ എടുത്തു പറയേണ്ടതുമില്ല. ഇങ്ങനെയൊക്കെ പെട്ടിരിക്കുമ്പോഴാണ് പാലോട് രവി പാർട്ടിക്കുള്ളിൽ പുതിയൊരു ബോംബങ്ങ് പൊട്ടിച്ചിരിക്കുന്നത്. പുള്ളി പണ്ട് ജനഗണമന പാടി എയർലായതുപോലെയല്ല ഇപ്പോഴത്തേത്. പേടില്ലെന്ന് കരുതി ഫോണിലൂടെ സത്യമാവുന്ന വിധത്തിലൊക്കെ പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ട്. അതേസമയം രവിയുടെ ഓഡിയോ ക്ലിപ്പ് കേട്ടിട്ടേയില്ല, താനത് കേട്ടിട്ടേയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയൊന്നും നീ എന്നോട് പറയരുത്, ഒരുപാട് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാ. ഇനിയിപ്പോ അത് കേൾക്കാനുള്ള ത്രാണി ഇല്ലാഞ്ഞിട്ട് അറിഞ്ഞുകൊണ്ട് കേൾക്കാത്തതാണോ എന്ന് ആർക്കറിയാം. എന്തായാലും രവിക്കെതിരെ വടി എടുക്കുമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തുറന്നു പറച്ചിലെ പൊട്ടലും ചീറ്റലും എന്തൊക്കെയാണെന്ന് ഇനി കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോ പാലോട് രവിക്ക് ഒരു ഓൾ ദി ബെസ്റ്റ്.